വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിലാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 24 കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുകുന്ന് ഹരിജൻ നഗർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുകളിലുള്ള കുന്നിടിച്ചാണ് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തിട്ടുള്ളത്. മണ്ണൊലിപ്പ് സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണെടുപ്പും ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ളതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. 3-ാം വാർഡിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി 50 വർഷം മുമ്പ് നിർമ്മിച്ച വലിയ ടാങ്കും 2, 3, 4 വാർഡുകളിലേക്ക് പഞ്ചായത്ത് ജലവിതരണത്തിനായി സ്ഥാപിച്ച ടാങ്കും മണ്ണെടുത്തതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുകയാണ്. ഈ മഴ കൂടി വരികയാണ്. ഇനി എന്തും സംഭവിക്കാം. ജനങ്ങൾക്കും ഭീഷണിയാണ്, നാടിനും ഭീഷണിയാണ്. അപ്പോൾ ഈ കുടിവെള്ളം മുട്ടും ചെയ്യും. പിന്നെ താഴത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവനും ഭീഷണിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് കുഴി തൂർക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് കുഴിത്ത് ആരാണ് ഇതിൻ്റെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആരെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ജില്ലാ കളക്ടറുടെ അടുത്ത്, വാട്ടർ അതോറിറ്റി അടുത്ത്, പഞ്ചായത്തിൻ്റെ അടുത്ത് പല ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ സഹിതം ഞങ്ങൾ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇത് വന്നിട്ടില്ല. അതിപ്പോൾ അവർ കണ്ണ് തുറക്കാത്തതാണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം വന്നിട്ടാണോ അവർ കണ്ണ് തുറക്കുക, എന്താണെന്ന് അറിയില്ല. ഇത് ഇത്രയും വലിയൊരു അപകടത്തിന്റെ ഭീഷണിയായിട്ടുള്ള സാധനം അവർ എത്രയും പെട്ടെന്ന് കുഴി തൂർത്തിട്ട് തരണമെന്നാണ് പറയണത്. കുടിവെള്ള ടാങ്കുകളോട് ചേർന്നാണ് മണ്ണെടുത്ത് വലിയ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് വാർഡ് മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ പറഞ്ഞു. ജനങ്ങൾക്കൊരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന കാര്യത്തിന് ഇതെന്തൊരു തീരുമാനം എടുക്കേണ്ടത്? ഒന്നാലെ ടവർ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം. ജോബിന്റെ ഇതിന്റെ താഴത്ത് ഈ ടവറിന്റെ തൊട്ടടുത്ത സ്ഥലം കംപ്ലീറ്റ് അയാൾ മണ്ണെടുത്ത് അതിൽ തെങ്ങ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വിടിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ആ പറമ്പിലേക്കാണ് പോവുക. അപ്പൊ അയാൾ തന്നെ ഇതിന് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ജോബും ടവറിന്റെ ഉടമയും കൂടിയിട്ട് ഇതിന് എന്ത് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത വന്നാൽ ഈ ടവറിന്റെ ഉടമകളും ജോബും ഇതിന് ഉത്തരവാദികളായിരിക്കണം. അതിനുള്ളൊരു മെമ്മ ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ ഈ ടവർ ഇവിടെ പണിയാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടപ്പോൾ കുഴി മണ്ണിട്ട് നികത്തുവാനാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതെന്നും ഇതിന് ശ്രമിച്ചപ്പോൾ സ്ഥലം ഉടമയുടെ പരാതി പ്രകാരം പോലീസ് വന്ന് തടഞ്ഞെന്നും വാർഡ് മെമ്പർ പറയുന്നു. ടവർ നിർമ്മാണത്തിനായി എടുത്ത കുഴി മണ്ണിട്ട് നികത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ.